എല്ലാ ലോകങ്ങളിലും അതീതമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമമായ വാസസ്ഥലം ഗോലോകം. ബ്രഹ്മവൈവർത്ത പുരാണം അനുസരിച്ച് ആദിപുരുഷനായ ശ്രീകൃഷ്ണൻ രാധാറാണിയോടും ഗോപികമാരോടുമൊപ്പം ഗോലോകത്തിൽ വസിക്കുന്നുണ്ട് എന്നാണ്. അവിടെ ദിവ്യമായ പശുക്കൾ അമൃത് പോലെ പാൽ ചുരത്തുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ സഹചാരിയായ ശ്രീധാമാവും ഇവിടെയാണ് വസിക്കുന്നത്. ഗോലോകത്ത് ദിവ്യമായ വൃന്ദാവനവും ദിവ്യമായ ഗോവർദ്ധന പർവ്വതവുമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുന്നേ തന്നെ രാധാറാണി ഭൂമിയിൽ ജനിക്കുന്നുണ്ട്. ഗോലോക റാണിയായ രാധാദേവി ഭഗവാന്റെ സഹചാരിയായ ശ്രീധാമാവിനാൽ ശാപമേൽക്കേണ്ടി വരുന്നുണ്ട്. ശാപനിമിത്തം രാധയ്ക്ക് ദ്വാപരയുഗത്തിൽ ഗോപസ്ത്രീയായി ജനിക്കേണ്ടി വരുമെന്നും അങ്ങനെ രാധയും കൃഷ്ണനും 100 വർഷം ഭൂമിയിൽ പിരിഞ്ഞു ജീവിക്കേണ്ടി വരുമെന്നും ശാപമേൽക്കുകയാണ്. ഭഗവാന്റെ വാമഭാഗം അലങ്കരിക്കുന്ന ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയായ രാധ ഗോലോക വൃന്ദാവനത്തിൽ നിന്നും ഭൂലോക വൃന്ദാവനത്തിലേക്ക് അവതരിച്ച ദിവസമാണ് രാധാഷ്ടമിയായി നമ്മൾ ആഘോഷിക്കുന്നത്. ഭാദ്രപദ മാസത്തിലെ ശുക്ലവർഷത്തിലെ അഷ്ടമി തിഥിയിൽ അനുരാധ നക്ഷത്രത്തിൽ, അതായത് അനിഴം നക്ഷത്രത്തിലാണ് ശ്രീമതി രാധാറാണി ഭൂമിയിലെ വൃന്ദാവനത്തിൽ അവതരിച്ചത്. ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ ജന്മാഷ്ടമിക്ക് 15 ദിവസങ്ങൾക്ക് ശേഷമാണ് രാധാഷ്ടമി ആചരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം രാധാദേവിയെ ആരാധിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. രാധാറാണിയുടെ ആരാധനയില്ലാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആരാധന അപൂർണമായി കണക്കാക്കപ്പെടുന്നു. രാധാഷ്ടമി വ്രതം ആചരിക്കുന്നവർക്ക് സന്തുഷ്ടപൂർണമായ ജീവിതവും സകല ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. ആ വ്യക്തി തൻ്റെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഭൗതിക ആഗ്രഹങ്ങൾ നേടുകയും ഒടുവിൽ മോക്ഷം നേടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. കൂടാതെ രാധാഷ്ടമി വ്രതം എടുക്കുന്നവരുടെ മനസ്സ് ദുഷ്ടചിന്തകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുകയും ആത്മീയ ആനന്ദം നേടുകയും ചെയ്യും. 2025 ഈ വർഷത്തെ രാധാഷ്ടമി വരുന്നത് ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ്. രാധാഷ്ടമി വ്രതം ഉച്ചയ്ക്ക് 1 മണി വരെ എടുക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമുക്ക് വ്രതം മുറിക്കാവുന്നതാണ്. ഫാസ്റ്റിംഗ് ആയോ പാലും പഴവും കഴിച്ചോ വ്രതം എടുക്കാവുന്നതാണ്. ഈ ദിവസം രാധാഷ്ടകം, രാധാകവചം, രാധാസഹസ്രനാമം ഒക്കെ ചൊല്ലുന്നത് വഴി അമ്മയുടെ അനുഗ്രഹം നേടാൻ സാധിക്കുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ആനന്ദമായ ഊർജമായ ശ്രീ രാധാറാണി എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകാറുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഹേ രാധേ, വ്രജത്തിൽ ശ്രീ രാധികയായി നീ നിൽക്കുന്നത് പോലെ ക്ഷീരസാഗരത്തിൽ മഹാലക്ഷ്മിയായും ബ്രഹ്മലോകത്തിൽ സരസ്വതിയായും കൈലാസപർവ്വതത്തിൽ പാർവതിയായും നീ പ്രത്യക്ഷപ്പെടുന്നു. ശ്രീ രാധാറാണി സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. അതേസമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ആനന്ദത്തെ ഉൾക്കൊള്ളുന്നു. സ്നേഹമുള്ളിടത്ത് ആനന്ദമുണ്ട്, ആനന്ദമുള്ളിടത്ത് സ്നേഹവുമുണ്ട്. ശ്രീകൃഷ്ണൻ ആനന്ദത്തിന്റെ സത്തയെ പ്രതീകപ്പെടുത്തുന്നു. അതേസമയം ശ്രീ രാധാറാണി സ്നേഹത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്നു. അതിനാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഗോലോകത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ രാധ കൃഷ്ണനുമായി ഐക്യപ്പെടുകയും ഒരേ ശരീരത്തിൽ വസിക്കുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു. രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പാലിന്റെയും അതിൻ്റെ ക്രീം, ഭൂമിയുടെയും അതിൻ്റെ സുഗന്ധത്തിന്റെയും ബന്ധം പോലെയാണ്. അവ വേർതിരിക്കാൻ സാധിക്കുകയില്ല. നാരദ പുരാണത്തിൽ രാധാദേവിയെ ആദിപ്രകൃതിയുടെ ദേവതയായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ എല്ലാറ്റിന്റെ മാതാവെന്ന് വിളിക്കുന്നു. ഇതിനർത്ഥം രാധയും കൃഷ്ണനും ഒന്നാണ്, ഒരേ ആത്മാവ്. എന്നാൽ വ്യത്യസ്ത രുചികൾ അല്ലെങ്കിൽ മാനസികാവസ്ഥകൾ ആസ്വദിക്കാൻ 2 വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. കൃഷ്ണൻ പൂർണ്ണചന്ദ്രനെങ്കിൽ രാധാറാണിയെ ചന്ദ്രന്റെ തേജസ് എന്ന് വിളിക്കുന്നു. ഒരു മനസ്സ്, ഒരു ബുദ്ധി, ഒരു ഹൃദയം, ഒരു ആത്മാവ്, എല്ലാം ഒന്നാണ്.
രാസലീലയ്ക്കിടെ ഗോപികമാരുടെ അഭ്യർത്ഥന പ്രകാരം രാധയും കൃഷ്ണനും അവരുടെ 8 കൈകളുള്ള രൂപങ്ങൾ വെളിപ്പെടുത്തുകയും അവരുടെ ലക്ഷ്മീനാരായണ രൂപങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്തുവെന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. രുക്മിണി ഉൾപ്പെടെയുള്ള എല്ലാ രാജ്ഞിമാരും രാധയുടെ വികാസങ്ങളാണ്. രാധയുടെ നാമം എല്ലാ കഷ്ടപ്പാടുകളെയും ലഘൂകരിക്കുന്നു. ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ ബർസാനയിലെ യാദവ് ഭരണാധികാരിയായിരുന്ന വൃഷഭാനുവിൻ്റെയും ഭാര്യ കീർത്തിതയുടെ മകളായിട്ടാണ് രാധാറാണി ജനിക്കുന്നത്. ബർസാനയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള റാവൽ ഗ്രാമത്തിലാണ് രാധാറാണിയുടെ ജനനം. പക്ഷേ രാധാറാണി വളർന്നത് ബർസാനയിലാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് യമുനയിൽ കുളിക്കുമ്പോൾ കീർത്തിത മാതാവ് ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വേദങ്ങളിൽ പറയുന്നുണ്ട്, ഒരു ദിവസം ആ അമ്മയുടെ ആരാധനയ്ക്കിടെ യമുനയിൽ നിന്നും ഒരു താമരപ്പൂ ഉയർന്നു വന്നു. ആ പുഷ്പം പ്രകാശം പരത്തുകയും സ്വർണം പോലെ തിളങ്ങുകയും ചെയ്തു. കീർത്തി മാതാവ് അടുത്തെത്തിയപ്പോൾ ആ താമരപ്പൂ പൂർണ്ണമായും വിരിഞ്ഞിരിക്കുന്നു. കണ്ണുകളടഞ്ഞ സ്വർണ്ണ വർണ്ണമുള്ള ആ സ്വർണം പോലെ തിളങ്ങുന്ന ഒരു സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ആ താമരപ്പൂവിൽ കിടക്കുന്നു. ആ പെൺകുഞ്ഞാണ് രാധാറാണി. രാധാറാണി ജനിച്ചു. ഏകദേശം 11 മാസം കണ്ണുകൾ തുറന്നിട്ടേയില്ല. അത് അടഞ്ഞിരിക്കുകയായിരുന്നു. അതേസമയം മധുരയിൽ ശ്രീകൃഷ്ണൻ കംസന്റെ തടവറയിൽ ജനിച്ചു. രാത്രിയിൽ ഉണ്ണിക്കണ്ണനെ ഗോകുലത്തിലെ നന്ദബാബ നന്ദഗോപരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ? കംസനെ ഭയന്ന് കൃഷ്ണന്റെ ജന്മദിനാഘോഷം ആ സമയത്ത് ആഘോഷിച്ചിരുന്നില്ല. 11 മാസങ്ങൾക്ക് ശേഷം നന്ദഗോപര് എല്ലായിടത്തും സന്ദേശങ്ങൾ അയച്ചു ഉണ്ണിക്കണ്ണന്റെ ജന്മദിനാഘോഷം നടത്തി. ഗോകുല രാജാവായ വൃഷഭാനു അഭിനന്ദനങ്ങളുമായിട്ട് അവിടെ എത്തി. വൃഷഭാനുവിൻ്റെ മടിയിലിരുന്ന രാധാറാണി ആ കാലുണ്ണുന്ന ആ കൈകാലിട്ട് അടിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങിയത്രേ. ആ നിമിഷം രാധാറാണിയുടെ കണ്ണുകൾ തുറന്നു എന്നാണ്. രാധാറാണി ഭൂമിയിൽ ആദ്യം കാണുന്നത് കണ്ണനെയാണ്. ഇത് തന്നെയാണ് ഇവരുടെ ബന്ധത്തിൻ്റെ ദൈവികത. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലും മഹാഭാരതത്തിലും രാധാറാണിയെക്കുറിച്ച് പരാമർശിക്കുന്നതേയില്ല. കാരണം ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം രാധയുടെയും കൃഷ്ണന്റെയും പ്രണയം വിവരിക്കുക എന്നതല്ല, മറിച്ച് രൂപരഹിതനായ ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങൾ എടുത്തതിനെ പറ്റി വിവരിച്ച് ഭക്തിയുടെയും തത്വചിന്തയുടെയും പാരമ്പര്യങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. മഹാഭാരതം എഴുതിയതിൻ്റെ ഉദ്ദേശം ശ്രീകൃഷ്ണന്റെ രാഷ്ട്രീയവും ദാർശനികവുമായ വശം സ്ഥാപിക്കുക എന്നതായിരുന്നു. കൂടാതെ മഹാഭാരതത്തിൻ്റെ ഉദ്ദേശം ശ്രീകൃഷ്ണൻ അവതാരമെടുത്ത ധർമ്മത്തിൻ്റെ സ്ഥാപനമായിരുന്നു. ഗർഗസംഹിത, ശ്രീമദ് ദേവി ഭാഗവതം, ബ്രഹ്മവൈവർത്ത പുരാണം എന്നിവയിലൂടെ രാധയുടെയും ശ്രീകൃഷ്ണന്റെയും ദിവ്യലീലകളെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും രാധാറാണി അമ്മയുടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.